ശബരിമല ലേഔട്ട് പ്ലാനിന് അംഗീകാരം. ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് മാസ്റ്റർ പ്ലാനിന് അനുസൃതമായി തയ്യാറാക്കിയ ലേഔട്ട് പ്ലാനിന് അംഗീകാരം നൽകിയത്. സന്നിധാന മേഖലയെ 8 സോണുകളായി തിരിച്ച് 1033 കോടിയുടെ വികസനമാണ് ഉദ്ദേശിക്കുന്നത്. ബി അശോക് IAS ചെയർമാനായി തദ്ദേശ സ്വയംഭരണ കമ്മീഷൻ രൂപീകരിക്കാനും ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സന്നിധാനത്തിന്റെ ആദ്യഘട്ട വികസനത്തിന് 600.47 കോടി രൂപയും 2028 മുതൽ 33 വരെയുള്ള രണ്ടാം ഘട്ടത്തിന് 100.02 കോടി രൂപയും 2034 മുതൽ 39 വരെയുള്ള മൂന്നാം ഘട്ടത്തിന് 77.68 കോടി രൂപയും ഉൾപ്പെടെ ആകെ 778.17 കോടി രൂപയാണ് ലേഔട്ട് പ്ലാൻ പ്രകാരം ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. സന്നിധാന മേഖലയെ 8 സോണുകളായി തിരിച്ചാണ് ലേഔട്ട് പ്ലാൻ. സന്നിധാനത്തിന്റെ ആത്മീയവും സാംസ്കാരികവും പൈതൃകവുമായ പ്രത്യേകതകൾ മാനിച്ചുകൊണ്ടാകും വികസനം. പമ്പയുടെ വികസനത്തിനായി ആദ്യഘട്ടത്തിന് 184.75 കോടി രൂപയും രണ്ടാം ഘട്ടത്തിന് 22.73 കോടി രൂപയും ഉൾപ്പെടെ ആകെ 207.48 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. ട്രാക്ക് റൂട്ടിന്റെ വികസനത്തിനായി ആദ്യഘട്ടത്തിന് 32.88 കോടി രൂപയും രണ്ടാം ഘട്ടത്തിന് 15.5 കോടി രൂപയും ഉൾപ്പെടെ 47.97 കോടിയും ചെലവ് പ്രതീക്ഷിക്കുന്നു. പമ്പയുടെയും ട്രാക്ക് റൂട്ടിന്റെയും വികസനത്തിനായി ലേഔട്ട് പ്രകാരം ആകെ ചെലവ് 255.45 കോടി രൂപ. അതായത് ലേഔട്ട് പ്രകാരം 1033.62 കോടി രൂപയുടെ വികസനം. മന്ത്രിസഭാ യോഗം ലേഔട്ട് പ്ലാനിന് അംഗീകാരം നൽകി. തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ രൂപീകരിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ബി അശോക് IASനെ കമ്മീഷനായി നിയമിക്കും. നവമെറ്റീരിയൽ സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗ്രാഫീൻ അറോറ പദ്ധതിക്കും മന്ത്രിസഭാ യോഗം ഭരണാനുമതി നൽകി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.